ഹിറ്റാണ് പടം എന്തായാലും. 5 സ്റ്റാർ തന്നെ കൊടുക്കും. മമ്മൂട്ടിയുടെ മാസ് സാധനം. സ്ഥിരം മാസത്തിൽ പോലെ ക്ലീശയായിട്ട് തോന്നിയ കോട്ടയം കുഞ്ഞച്ചൻ അതിനുശേഷം നല്ലൊരു പക്ക ഒരു അച്ഛൻ വേഷത്തിൽ വരുന്ന പടമാണ്. ആക്ഷനൊക്കെ പൊളിയല്ലേ. പുള്ളി ഈ വയസ്സിലും ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ള ആളല്ലേ. നമുക്കാണെങ്കിൽ കിടിലമാണ് ടർബോയില്. അതെ, മമ്മൂട്ടി തന്നെ ചെയ്തേക്കുന്നതാണ്. അത് അടിപൊളിയാണ്. അതാണ് അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതെ, അതും അടിപൊളിയാണ്. വില്ലനായിട്ട് പുതിയൊരു മുഖം വന്നിട്ടുണ്ട്, അതും കൊള്ളാം. എന്തായാലും 5 സ്റ്റാർ തന്നെ കൊടുക്കും. 5 സ്റ്റാർ തന്നെ കൊടുക്കും. ഹിറ്റാണ് പടം എന്തായാലും. എനിക്ക് സ്ഥിരം മാസത്തിൽ പോലെ ക്ലീശയായിട്ട് തോന്നിയ, പക്ഷേ ഒരു മാസ് പടം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ എലമെന്റ്സും ഉണ്ട്. മമ്മൂക്കിയുടെ പ്രൊഡക്ഷൻ ആണ്. മമ്മൂക്കി എന്ന് പറയുന്ന ആക്ടർ പലതരത്തിലുള്ള റോൾ ചെയ്യുന്ന ആളാണ്. ക്ലാസ് മാസ് അല്ല, ഒരുപാട് നാൾ ശേഷം ഒരു മാസ് ഫിലിം ചെയ്യാണ്. അപ്പോൾ ഫാൻസുകൾക്ക് നല്ല ട്രീറ്റ് ആയി. മമ്മൂക്കി ഇനി കുറച്ചാലും അതിന്റെ മാസത്തിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഇങ്ങനെ ആക്ഷൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ തന്നെ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പടം ഒരു മാസത്തിൽ ഭയങ്കര ഹിറ്റായിരിക്കും. വൈശാഖിന്റെ ഡയറക്ഷനാണ്. എനിക്കൊന്ന് പുലിമുരുകന്റെ റിപ്പോർട്ട് പഠിക്കാം. പിന്നെ മിഥുമൽ തോമസ് സ്ക്രിപ്റ്റ്. ഇപ്പോഴത്തെ ഓഡിയൻസ് പൾസറിയാം. പടം ഒരു പക്ക മാസ് ഫിലിമാണ്. പടം ഒരു മാസ് പടം, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു പടം കണ്ടിട്ട് കുറെ നാളായി. നല്ലതായിരുന്നു. തിയേറ്ററിലൊക്കെ വെച്ച് കാണണം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മള് കുറച്ച് നാളായിട്ട് കാത്തിരുന്ന മാസാണ്. അത് പൊളിക്കുന്നുള്ള കാര്യം തീർച്ചയായും. ജിഎമ്മും ഡയലോഗ്സും എല്ലാം സിങ്കാണ്. ഉണ്ട്. അത് ഒറിജിനലാണ്. മമ്മൂട്ടിയുടെ ഡ്രിഫ്റ്റിംഗ് പറയണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കണ്ടേക്കുന്നതാണ് നമ്മുടെ റോഷാക്കിലൊക്കെ. ഞാനൊരു ഡൈഹാർഡ് മമ്മൂട്ടി ഫാനാണ്. അതുകൊണ്ട് മാത്രമല്ല, ഒരു ഔട്ട് ഓഫ് 5 4.5 എന്തായാലും കൊടുക്കും. നമുക്കിടെ ഒരു ആക്ഷൻ പടം. നമുക്ക് തന്നെ പറഞ്ഞു എന്തായി 42 വർഷമായിട്ടും വിട്ടിട്ടില്ല, ഇനിയും വിടില്ല എന്നുള്ള രീതിയിൽ. പഴയൊരു മറവത്തൂർ കനവിലൊക്കെ ഉള്ള രീതിയിലൊരു ലുക്കാണ് പുള്ളിക്ക് വന്നത്. ഇപ്പോൾ പ്രായമെങ്കിലും അതിൻ്റെ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. മൊത്തത്തിൽ സെറ്റപ്പാണ്. മമ്മൂക്കയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് മമ്മൂക്കയുടെ ആ ഒരു സംഘം മോഡൽ. നമ്മൾ മുമ്പ് സംഘം കണ്ട് നമ്മൾ ടി വിയിലൂടെയൊക്കെ കണ്ട് ത്രില്ലടിച്ച ആളുകളാണ്. അന്നത്തെ കാലത്ത് നമ്മൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് ടെക്നോളജിയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആ മോഡലിലുള്ള ഒരു ചിത്രം അത് നമുക്ക് കാണാൻ കിട്ടിയ ഒരു അവസരം. മമ്മൂക്കയുടെ ആ ഒരു ആക്ഷൻ അത് തന്നെയാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. തീർച്ചയായിട്ടും ആക്ഷന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ പുലിമുരുകൻ്റെ ഡയറക്ടർ നമ്മുടെ വൈശാഖ്, അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ച സംവിധായകനാണ്. അപ്പോൾ പിന്നെ മിഥുൻ മാനുവൽ തോമസ് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഹിറ്റുകളുടെ തിരക്കഥാകൃത്ത്. അദ്ദേഹം ഒരു സംവിധായകനും കൂടിയാണ്. അപ്പോൾ രണ്ട് സംവിധായകരും കൂടെ ചേരുമ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ നിർമ്മാണ കമ്പനി നടനും മമ്മൂക്ക ചേരുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അന്യഭാഷയിൽ നിന്ന് വന്ന ഒരുപാട് കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. അവരെല്ലാവരെയും മമ്മൂക്ക ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മുടെ തിയേറ്ററിൽ പൂരപ്പറമ്പ് ആവും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. തീർച്ചയായിട്ടും ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് നമ്മളുടെ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കണ്ട് സന്തോഷിക്കുന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. നല്ല പടം, ഫിലിം നല്ല ഫിലിമാണ്. ഇന്ദു പണിക്കർ ഒരു ഇതുവരെയും ചെയ്യാത്തൊരു വെറൈറ്റി ഒരു ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്തത്. കൂടുതൽ ആക്ഷൻസ്, ഫൈറ്റ് എല്ലാം ഉണ്ട്. ഇതൊരു സ്ഥിരം വൈശാഖ സിനിമേനെ പോലെ തന്നെ വലിയൊരു സിനിമ